മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ആയിട്ട് പലതരം ഗെയിംസ് കളിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. എന്നാൽ പാസീവായിട്ട് ഗെയിം കളിക്കുന്നതല്ലാതെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ഗെയിം എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നു എന്നതിനെ പറ്റിയോ നിങ്ങൾക്ക് കൗതുകം തോന്നിയിട്ടുണ്ടോ? അതൊരു കോഴ്സായി എടുത്ത് പഠിച്ചാൽ ഒരു പേയിങ് ആയിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. BSc ഇൻ ഗെയിം ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതൊരു 3 വർഷത്തെ UG ഡിഗ്രിയാണ്. ഗെയിം ഡിസൈനിങ്, ഗെയിം പ്രോഗ്രാമിംഗ്, ഗെയിം എൻജിൻ, ലെവൽ ഡിസൈനിങ്, ആനിമേഷൻ, 2D 3D ആർട്ട് എന്നിങ്ങനെ ഒരു ഗെയിം ഡിസൈൻ ചെയ്യുന്നതിന് A to Z വേണ്ട എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിൽ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ ക്രിയേറ്റീവ് എബിലിറ്റീസും ടെക്നിക്കൽ നോളജും ഒരുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു കോഴ്സാണ് ഇത്. 3 വർഷത്തെ ഈ UG ഡിഗ്രിയിൽ ആദ്യ വർഷം ഒരു ഗെയിം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഫണ്ടമെന്റൽസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ആനിമേഷൻസ്, പൈത്തൺ, C++, ജാവ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ, ഡിജിറ്റൽ ആർട്ട്, സ്റ്റോറി ബോർഡിംഗ് എന്നിവയാണ് ഫസ്റ്റ് ഇയർ സിലബസിൽ വരുന്നത്. ഈ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ 3D മോഡലിംഗ് ആൻഡ് ടെക്സ്ചറിംഗ്, ഗെയിം എൻജിൻ, ഗെയിം ഫിസിക്സ്, യൂസർ ഇന്റർഫേസ് ബിൽഡിംഗ് എന്നിവയാണ് സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഫൈനൽ ഇയർ ആയ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് പാറ്റേൺ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൾട്ടിപ്ലെയർ ഗെയിം ഡിസൈനിങ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഗെയിം മോണിറ്റൈസേഷൻ എന്നിവയാണ് നിങ്ങൾക്ക് തേർഡ് ഇയറിൽ വരുന്നത്. ഒരു ഫൈനൽ ഇൻഡിവിജ്വൽ ഗെയിം പ്രോജക്റ്റും ഇന്റേൺഷിപ്പോടും കൂടിയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ കോഴ്സ് ഒരു ഡീസന്റ് ലെവലിൽ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഏതൊരാൾക്കും പല മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനീസിലും IT കമ്പനീസിലുമായിട്ട് ഗെയിമിങ്ങും നോൺ ഗെയിമിങ്ങുമായിട്ടുള്ള പല ജോബ് റോൾസിലും നിങ്ങളെ ഹയർ ചെയ്യുന്നതായിരിക്കും. ഗെയിമിംഗ് ജോബ് റോൾസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഗെയിം ഡിസൈനർ, ലെവൽ ഡിസൈനർ, 3D ക്യാരക്ടർ ആർട്ടിസ്റ്റ്, ഗെയിം ടെസ്റ്റർ, ഗെയിം ആനിമേറ്റർ എന്നീ പോസ്റ്റുകളിലും, നിങ്ങൾ നോൺ ഗെയിമിംഗ് പോസ്റ്റുകളാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഡെവലപ്പർ, വെർച്വൽ റിയാലിറ്റി ഡെവലപ്പർ, മൊബൈൽ ആപ്പ് ഡെവലപ്പർ, UI/UX ഡിസൈനർ, ഇൻഡി ഗെയിം ഡെവലപ്പർ എന്നീ പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ഫേമിന്റെ കീഴിൽ ജോലി ചെയ്യാതെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയോ സ്റ്റാർട്ടപ്പ് ആയിട്ടോ ഗെയിം ഡിസൈനിങ് ചെയ്ത് അതിനെ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിലൂടെ ആ ഗെയിമിന്റെ ഓരോ വ്യൂവിനും ഡൗൺലോഡ്സിനും അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. കമ്പനീസിൽ ഫ്രഷർ ആയിട്ട് ഞാൻ പറഞ്ഞ നോൺ ഗെയിമിംഗ് പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കയറുമ്പോൾ 5 to 7 lakh per annum ആണ് വരുന്നത്. നിങ്ങളുടെ സീനിയോറിറ്റി എക്സ്പീരിയൻസും കൂടുന്നതിനനുസരിച്ചിട്ട് അതൊരു 15 lakhs വരെ പോവാം. +2 ഏത് സ്ട്രീം ഓപ്റ്റ് ചെയ്ത ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. മാത്സിലും ഫിസിക്സിലും ഉള്ള ഫണ്ടമെന്റൽ ബേസിക്സ് മാത്രം അറിഞ്ഞാൽ മതിയാവും. അപ്പോൾ ഈ കോഴ്സിന് അഡ്മിഷനെ പറ്റിയിട്ടോ മറ്റ് കൺസേൺസിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ, ന്യൂ ജനറേഷൻ കോഴ്സുകളുമായിട്ട് ഇനിയും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട്. താങ്ക് യു.